മിർ റബ്ബിൽ ആലമീൻ. സർവ്വലോകനായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് പരിശുദ്ധമായ ഈ ഗ്രന്ഥം ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതാണല്ലോ അവർക്ക് ആകെ ഉള്ളൊരു കാര്യം. അവരിതിനെങ്ങനെ നിഷേധിക്കും? ഈ പരിശുദ്ധ കലാമിനെ, ഈ പരിശുദ്ധ കിതാബിനെ അതിനെ ഉൾക്കൊള്ളാൻ അവർക്കതിന് മനസ്സൊന്നില്ല. അവരെങ്ങനെ വിധങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ്, ഇത് ഏതോ ഒരു പിശാച് ഓതി കൊടുക്കുന്നതാണ്, അങ്ങനെ ഓതി കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്ങാണ്ട് പരിശുദ്ധമായ ഖുർആനിനെ അംഗീകരിക്കാതെ സ്വീകരിക്കാതെ അതിനെ കളിയാക്കുന്ന അവസ്ഥയിൽ അവരെങ്ങനെ ഒഴുകിയിരിക്കും. അവിടെയാണ് തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ഗ്രന്ഥം റബ്ബിന്റെ ഭാഗത്ത് ഇറക്കപ്പെട്ടതാണ്. അതിൽ ലവലേശം സംശയിക്കേണ്ട ഒന്നുമില്ല. എല്ലാം പരമസത്യങ്ങളാണ് ഖുർആൻ വിളിച്ച് പറയുന്നത്. നമ്മൾ അടിവരട്ടുകാണ്ടൊന്ന് ആലോചിക്കണം. പുണ്യ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ എന്താണോ പറഞ്ഞത് അതേപോലെ സ്വീകരിക്കണം. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അവിടുത്തെ തിരുചര്യകളും ജീവിതവും ഒക്കെ. അതിലും ഇതുപോലെ ലവലേശം തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ കളവാക്കാനോ മോശാക്കാനോ ഒന്നുമില്ല. നമ്മളങ്ങനെ തന്നെ വിശ്വസിക്കുകയും അത് ശരിക്കും മനസ്സിലാക്കുകയും കാണും. പുതിയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ പറയുമ്പോൾ പല വിമർശകരും നിരീശ്വരവാദികളും കടന്നു വരുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോവുക. നമ്മളിൽ പെടുന്ന ആളുകൾ ചില കാര്യങ്ങൾ ശരിയായില്ലല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞിട്ട് ആയിഷുമായി വിവാഹം കഴിച്ച് അത് ശരിയായില്ല, ആ 9-ാം വയസ്സിൽ അതാണ് ശരിയായില്ല, അതും കൂടെ അതില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടിയൊക്കെ വലിയ ഉഷാറായിരുന്നു. ഈ രൂപത്തിലൊക്കെ ചിന്തിക്കും. നമ്മളെ കാക്കണ്ടേ എന്തൊക്കെയോ ദീനിന്റെ വിഷയത്തിൽ, ഖുർആന്റെ കാര്യത്തിൽ, ഹദീസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നൽ വരും. ചില സംഗതികളൊക്കെ അറിയാതെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ചിന്തകൾ ഇങ്ങനെ നമ്മളെ പിടികൂടാണ്. അല്ലാഹു നമ്മുടെ ഈമാനെ സംരക്ഷിച്ചു തരട്ടെ. ഇതിലൊരു സംശയവുമില്ല. നിർമ്മിച്ചുണ്ടാക്കുക, കെട്ടിച്ചമക്കുക. മക്കയിലെ കാഫിരീകൾ അവര് പറയാണോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ്, കെട്ടിച്ചമച്ചതാണ്? അവരങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് അടിവരട്ടുകൊണ്ട് ആദ്യം പറഞ്ഞു. അവരിങ്ങനെ പറയുന്നുണ്ടോ? ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീർ. ബൽ മറിച്ച് ഹുവൽ ഹഖ്, അത് സത്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ സത്യം തന്നെയാണ്. എവിടെ നിന്നുള്ള സത്യം? മിർ റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഹഖ് തന്നെയാണ് ഈ ഖുർആൻ. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് നബിതങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ, നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല. നബിതങ്ങളല്ല ഇതിന്റെ പിന്നിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഹഖ് തന്നെയാണ് ഈ പരിശുദ്ധമായ ഗ്രന്ഥം. എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ വന്നത്? ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, നിങ്ങൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനും ഒരു മുന്നറിയിപ്പുകാരനും കടന്നു വരാത്ത ഒരു ജനതയെ താക്കീത് നൽകാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. അറബികളുടെ കാര്യം പരിശോധിക്കുമ്പോൾ അവിടേക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല, ദഅവത്തിന്റെ ഭാഗമായി അവിടെ വന്നിട്ടില്ല. അവരുടെ പ്രപിതാക്കന്മാർ ഇങ്ങനെയുള്ള ഇൻദാറുകൾ, താക്കീതുകളോ മുന്നറിയിപ്പുകളോ അവർ കേട്ടിട്ടില്ല.
അത്തരം ആളുകൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഈ ഗ്രന്ഥം, പരിശുദ്ധമായ ഖുർആൻ അത് അവതരിച്ചിട്ടുള്ളത്. ഖുർആൻ എന്നത് ലിതുൻദിറ, അങ്ങ് താക്കീത് കൊടുക്കാൻ വേണ്ടി. ആർക്ക്? ഖൗമൻ, ഒരു വിഭാഗത്തിന്. എന്താണ് അവരുടെ പ്രത്യേകത? മാ അതാഹും മിൻ നദീർ, ഒരു താക്കീതുകാരൻ പോലും അവരെ സമീപിച്ചിട്ടില്ല, അവരുടെ അടുത്ത് എത്തിയിട്ടില്ല. മിൻ ഖബ്ലിക്, അങ്ങേക്ക് മുമ്പായി. എന്തിനാണ് ഇങ്ങനെ താക്കീതുകളും മുന്നറിയിപ്പുകളും ഒക്കെ കൊടുക്കുന്നത്? ലഅല്ലഹും യഹ്തദൂൻ, അവർ നന്നാവാൻ വേണ്ടി, അവര് സന്മാർഗം സിദ്ധിക്കാൻ വേണ്ടി, ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി. ഖുർആനെ കുറിച്ച് പറയുന്നിടത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ, താക്കീതുകൾ നൽകാൻ, മുന്നറിയിപ്പ് നൽകാനാണ് ഖുർആൻ വന്നിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആനുണ്ട്. ഖുർആന് നോക്കിയാൽ മാത്രം, ഖുർആൻ അങ്ങനെ കണ്ട് പഠിച്ചാൽ മാത്രം, ശരിക്കും നോക്കിയാൽ ആലോചിച്ച് നോക്കി, ഖുർആന് കൊണ്ട് ആളുകളെ നന്നാക്കുക എന്നുള്ളതല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഓതി കൊടുത്ത് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഹബീബായ നബിയെ നിങ്ങൾ താക്കീത് നൽകാൻ വേണ്ടി ഈ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഓതി കൊടുക്കും. എപ്പോഴും ഖുർആൻ നന്നായി മനസ്സിലാക്കുന്ന, ഖുർആനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവരെടുത്ത് നിന്ന് ഖുർആൻ പഠിക്കുമ്പോഴേ അതിന്റെ ശരിയായ അർത്ഥങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ജനങ്ങൾ എത്തുള്ളൂ, ഹിദായത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ദലാലത്താണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ ചില ഭാഗങ്ങളിൽ. ഈ ഖുർആനെ കൊണ്ട് പല ആളുകളും വഴികേടിലെ ആളുകളുണ്ട്, പല ആളുകളും സന്മാർഗത്തിലാവുന്നുണ്ട്. ചേകന്നൂർ മൗലവിക്ക് നിസ്കാരം 3 ഉള്ളൂ എന്നല്ലേ തെളിവെന്ത? ഖുർആനിൽ തന്നെ ഒരായത്താണല്ലോ. മുസ്തഫ മൗലവിക്ക് പല വിഷയങ്ങൾക്കും തെളിവ്, അയാൾ ഓതുന്നത് ഖുർആനാണ്. ഖുർആൻ വെച്ചുകൊണ്ട് വളരെ മനോഹരമായ ഭാഷയിൽ സംസാരിക്കുക, കേൾക്കുമ്പോ ഇവരെല്ലാത്തൊരാൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനിക്കാൻ കഴിയും. അവിടെ ഏത് കാലത്തും പരിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ടത് കുറെ ടെക്സ്റ്റുകളെ കൊണ്ടല്ല, എഴുതപ്പെട്ട കുറെ വാക്യങ്ങളെ കൊണ്ടോ പുസ്തകങ്ങളെ കൊണ്ടോ അല്ല. അതിന് ശരിയായ, അത് ഉൾക്കൊണ്ട, അത് ശരിക്കും ജീവിതമായി മാറിയ ആളുകളിൽ പഠിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ടല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, അവിടുത്തെ ജീവിതം എന്തായിരുന്നു ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി ഇത് ഖുർആനായിരുന്നു. ആ ഖുർആൻ എന്താണോ അത് തന്നെ അവിടുത്തെ ജീവിതം. അങ്ങനെയുള്ളവരുടെ നിന്ന് ഖുർആൻ പഠിക്കുമ്പോഴേ, അല്ലെങ്കിൽ അതുപോലെ സഞ്ചരിക്കുന്നവരിൽ നിന്ന് ഖുർആൻ പഠിക്കുമ്പോഴേ നമ്മൾ ഹിദായത്തിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ഒരാലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹിദായത്താണ് ഈ ഖുർആന്റെ ലക്ഷ്യം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എത്രയോ സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രയോഗം, ആകാശങ്ങളെ പടച്ചവൻ, ഭൂമിയെ പടച്ചവൻ, വമാ ബൈനഹുമാ, അതിനിടയിലുള്ള സകലമായ വസ്തുക്കളിൽ, വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ള സകല വസ്തുക്കളെയും റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നു. ഫീ സിത്തത്തി അയ്യാം, എത്ര ദിവസങ്ങൾക്കിടയിൽ? 6 ദിവസം. 6 ദിവസം. അന്മാരായ മുസ്ലിങ്ങൾ പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. അതിൽ ഈ ഓരോ ദിവസവും 1000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സമയങ്ങളാണ് എന്നും, അതെല്ലാം ദുനിയാവിലെ തന്നെ 6 ദിവസങ്ങളാണ് എന്നും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും
ഇതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് പറഞ്ഞത്? അങ്ങനെ ഉണ്ടാവില്ല ചില കാര്യങ്ങൾ. റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ 6 ദിവസങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതിന് പല വിശദീകരണങ്ങളും പറയുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ അർശ്, ആ അർശിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്തവ അധികാരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അർശ്, ലൗഹ്, ഖലം, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അത് സമ്മതമായ ഹദീസുകളിലൊക്കെ എത്രയോ വലിപ്പമുള്ളതാണ്. മാലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ. കാഫിറുകളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് മാലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ. ഇവരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഖുർആൻ അത് റബ്ബിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിങ്ങനെ താക്കീത് നൽകാൻ വേണ്ടിയിട്ട്, മുമ്പ് താക്കീതുകാരില്ലാത്ത ആളുകൾക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടി, അവർ ഹിദായത്തിലാകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് ആ റബ്ബിനെ കൂടാതെ, ആ അല്ലാഹുവിനെ കൂടാതെ ഒരു സഹായിയും ഒരു ശുപാർശകനുമില്ല. റബ്ബാണ് വലിയ, റബ്ബാണ് ശക്തിയാണ്. അവനെ കൂടാതെ ഒരാളുണ്ട്. അവര് ഒരുപാട് ഇലാഹുകളെ ഇബാദത്ത് ചെയ്തിരുന്ന, ആരാധിച്ചിരുന്ന ആളുകളായിരുന്നില്ല. പല ബിംബങ്ങൾ, പല ദൈവങ്ങൾ, എന്തിനും ദൈവങ്ങൾ. പരിശുദ്ധ കഅബയിൽ പോലും അല്ലെ, മക്കം ഫത്ഹിന്റെ അന്ന് കഅബ ശുദ്ധീകരിക്കുന്ന വേളയിൽ 360ഓളം ബിംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അത്രയും ഇലാഹുകളെ ആരാധിച്ചിരുന്നവർ. അവരോട് പറയാണ് ആ റബ്ബിനെ കൂടാതെ ഒരു സഹായിയും ഒരു ശുപാർശകനും നിങ്ങൾക്കില്ലേ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? എന്താണ് ചിന്തിക്കാത്തത്? ഇതൊക്കെ പടച്ചത്, ഈ ആകാശം ഭൂമിയോ അതിലുള്ള വസ്തുക്കളോ ഒക്കെ പടച്ചിട്ടുള്ളത് പടച്ച റബ്ബാണ്. ആ റബ്ബിനെ കൂടാതെ ഒരു സഹായം നിങ്ങൾക്കില്ല. എന്നിട്ടും നിങ്ങൾ എന്താ കരുതൊന്നും ചിന്തിക്കാതെ പോകുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. يدبر الأمر. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ബീർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക. ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, ചെറുതും വലുതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശം മുതൽക്ക് ഭൂമി വരെ, ഭൂമിയിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, 4 പ്രധാനികളായ മലക്കുകൾക്കൊക്കെ പല പല ഡ്യൂട്ടികളാണ്. പലതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ്, മഴ, അതേപോലെ തന്നെ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റി, ഇങ്ങനെ റൂഹിനെ പിടിക്കുക, ഇങ്ങനെ പല വിഷയങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശം മുതൽ ഭൂമി വരെയുള്ള പല വിഷയങ്ങളും റബ്ബ് നിയന്ത്രിക്കാണ്. റബ്ബ് അതിന് പ്രത്യേകം പല സ്വഭാവങ്ങളും രൂപങ്ങളും കുറിച്ചിട്ടുണ്ട്, പല ആളുകളെയും നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും പിന്നിൽ അല്ലാഹു തആല തന്നെയാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് ثم يعرج ഇലൈഹി. പിന്നെ ആ കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് തന്നെ കയറി പോകും. യഅറുജു, മിഅറാജ്, അറജ യഅറുജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയറി പോവുക, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കയറി പോകും. في يوم كان مقداره ألف سنة
മിമ്മാ തഅദൂൻ ഫീ യൗമിൻ ഒരു ദിവസത്തിൽ എങ്ങനത്തെ ദിവസമാണ് കാന മിഖ്ദാറുഹു ആ ദിവസത്തിന്റെ ദൈർഘ്യം അതിന്റെ കണക്ക് അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ നിങ്ങൾ ദുനിയവിയായ ജീവിതത്തിൽ കണക്കാക്കുന്ന 1000 വർഷങ്ങളാണ് 1000 വർഷങ്ങൾ അൽഫ സന 1000 കൊല്ലം നമ്മുടെ ഈ ആഖിറത്തിലേക്ക് ചേർത്തിയിട്ടുള്ള ദിവസങ്ങളെ പറയുമ്പോൾ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ നമ്മൾ നിൽക്കേണ്ട സമയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 1000 വർഷമെന്നും 50,000 വർഷങ്ങളൊക്കെ പറയും. ഇവിടുത്തെ ഒരു ദിവസം അവിടെയുള്ള ഒരു ദിവസം 1000 വർഷമാണ്. ദുനിയാവിൽ 1000 വർഷം അല്ല ദുനിയാവിൽ 50,000 വർഷം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ ഉദ്ദേശം 1000-ഉം 50,000-ഉം അല്ല, അതിന്റെ വലിയൊരു കാലദൈർഘ്യം ഒരുപാട് സമയം അവിടെ നിൽക്കാനുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശം മുതൽക്ക് ഭൂമി വരെയുള്ള സകലമായ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് തന്നെ അല്ലാഹുവിലേക്ക് കയറി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാലോ നമ്മുടെ അഅ്മാലുകളെ തിങ്കളാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യുന്നത് ഉയർത്തപ്പെടുന്നുണ്ട്. അടിമകൾ ചെയ്യുന്ന പല കാര്യങ്ങളും മലക്കുകളെ രേഖപ്പെടുത്തി റബ്ബിന്റെ മുമ്പിൽ പോയി സമർപ്പിക്കാനുണ്ട്. സംഭവം അതാണല്ലോ. എല്ലാം അല്ലാഹു പറഞ്ഞിട്ടും ഒരു ദിക്റിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊക്കെ കാണാം അല്ലാഹുവിന്റെ സയ്യാഹീങ്ങളായ മലക്കുകളുണ്ട്. അവരിങ്ങനെ ചുറ്റിത്തിരിയാണ്. എവിടെയെങ്കിലും ദിക്റിന്റെ സദസ്സുണ്ടോ അല്ലാഹുവിനെ പറയുന്നുണ്ടോ അല്ലാഹുവിനെ പറയുന്ന ഏതൊക്കെ ഇടങ്ങളുണ്ടോ അവിടെ അവർ വന്നിരിക്കും. വന്നതിന് ശേഷം അവർ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ അല്ലാഹു ചോദിക്കും അവരോട് എന്റെ അടിമകൾ എന്താ ചെയ്യേണ്ടത്? സുദീർഘമായ സംഭാഷണം അതിന്റെ ചുരുക്കം പറയുന്നത്. എന്താ അവര് ചെയ്യുന്നത്? അവർ നിന്റെ ഒത്തുകൊണ്ടിരിക്കും. എന്താ അവര് ചോദിക്കുന്നത്? അവർ സ്വർഗം ചോദിക്കുന്നത്. ഇതിനെ തൊട്ട് അവർ കാവലുണ്ട്. ഇതൊക്കെ അല്ലാഹുവിനെ അറിയാലോ. അല്ലാഹ് അറിഞ്ഞിട്ടും എന്തിനാണ് ഈ മലക്കളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അത് അവരെ പഠിപ്പിക്കുകയാണ്. പണ്ട് ഞാൻ എന്താ ഭൂമിയിൽ ഖലീഫ ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ ഈ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാ പടച്ചോനെ ഈ പ്രസാദം പറ്റിനി ഉണ്ടാക്കുന്ന ആൾക്കാരെ കൂട്ടിയിൽ ഉണ്ടാക്കുന്നത്? ഇതേ പറഞ്ഞ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാ അവര് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ എന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ സ്വർഗം ചോദിക്കുകയാണ് കേട്ടോ. ഈ മലക്കുകളെ കൊണ്ട് എന്നെ പറയിപ്പിക്കുകയാണ്. അല്ലാഹു തആല അങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ അഅ്മാലുകൾക്ക് പ്രത്യേകമായ സമയങ്ങളിൽ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ രേഖകളൊക്കെ. അതിന് പ്രത്യേകമായ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون. صدق الله العظيم. നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് മുമ്പ് ചില സൃഷ്ടികൾ ഉണ്ടായെങ്കിലല്ലേ ഇവരിങ്ങനെ പറയുള്ളൂ. ഖുർആനിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് 2 തരം പ്രയോഗങ്ങളുണ്ട്, ബശർ, ഇൻസാൻ. അതിൽ അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളായിട്ടുള്ള മനുഷ്യവർഗമാണ് ഇൻസാൻ എന്ന്. അതല്ലാത്ത വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രസാദത്തിന്റെ കാര്യം പറഞ്ഞു ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അതല്ല, മലക്കുകൾക്ക് മുന്നേ ഈ ആളുകളെ കുറിച്ചുള്ള ബോധ്യം, ഈ ആളുകളെ കുറിച്ചുള്ള ഒരു അറിവ്, നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണെന്നുള്ള അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചോദിച്ചത് എന്നൊക്കെ കാണുന്നുണ്ട്. ഏതായാലും മനുഷ്യരല്ലാത്ത വിഭാഗം നമ്മളിപ്പോ നോർമലി കാണുന്ന അവസ്ഥയിലുള്ള ആളുകൾ, അതല്ലാത്തവരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ ഈ യജൂജ് മജൂജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യജൂജ് മജൂജിന്റെ പരമ്പര ഇങ്ങനെ അതിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ
അതിങ്ങനെ സയ്യിദുനാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകനിലേക്ക് അങ്ങനെ ചെന്ന് മുട്ടുന്ന ഒരു പരമ്പരയെ കുറിച്ച് പറയുന്നു. അവസാന കാലമാകുമ്പോൾ നോർമൽ അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരല്ലാത്ത വേറെയും പല കോലങ്ങളിലും രൂപങ്ങളിലും നമ്മളോട് ഒരിക്കലും യോജിക്കാത്ത ആളുകൾ അത് അവർ പുറത്തേക്ക് വരും, അവർ വെളിവാക്കുമെന്നുള്ളതൊക്കെ പല പഠനങ്ങളിലായിട്ട് പറയാം. നമ്മുടെ ഈ മനുഷ്യനെ തിന്നുന്ന കുറെ സാധനങ്ങളുണ്ട്, സോംബികൾ എന്നൊക്കെ പറഞ്ഞ കുറെ ഫിലിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ ശരിക്കും ഒരു അടിസ്ഥാനം പറയുന്നിടത്ത് ഇത്തരം ആളുകളൊക്കെ ഇപ്പോഴും ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെ. നമ്മള് ഈ വിശാലമായി കിടക്കുന്ന ഭൂമിയിലെ എല്ലാ ആളുകളും നമ്മളെ പോലെ നമ്മൾ വിചാരിക്കുന്നില്ല. പല സാധനങ്ങളും നമുക്ക് കാണാൻ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത, എന്നാൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് പലരും അങ്ങനെ പറയുന്നത്. ഏതായാലും ഇവിടെ ചോദിച്ച ചോദ്യം, മലക്കുകളുടെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം കടന്നുപോയിട്ടുണ്ട് എന്നും അവരവിടത്തിന് പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതുപോലത്തെ ആളുകളോട് പടക്കുമ്പോൾ ഇതിനെ പ്രസാദം അവരുണ്ടാക്കൂലേ, നീ എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ നിശ്ചയിക്കുന്നത്, ഞങ്ങൾ മാത്രം നിനക്ക് എഴുതാതെ ചെയ്യുന്നത് പോലെ ഞങ്ങൾ മാത്രം മതിയല്ലോ എന്ന് മലക്കുകൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാളോട് അവസാനിപ്പിക്കും.